വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ത്രീ ഫുഡ് പ്രിൻസ്. ഇത് ഞാൻ കുറേ നേരമായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ട്രൈപോഡില്ല. ഞാനൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലോട്ട് കൊണ്ടുപോയപ്പം ട്രൈപോഡ് ആ കൂട്ടത്ത് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഭയങ്കര ഷേക്കിംഗ് ആയിട്ട് തോന്നാം. അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ ഒരു 2 മിനിറ്റോളം സംസാരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു. കണ്ടപ്പോൾ ഭയങ്കര ഷേക്കിങ്. അപ്പോൾ ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യാണ്. ഇന്നത്തെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് സൺഡേ ഇൻ ദ സിറ്റി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എൻ്റെ വക്കുപൊട്ടിയ ഹിന്ദിയാണ്. അതിൻ്റെ ആരംഭമാണ്. ഞാൻ എങ്ങനെയാണ് ഈ നാട്ടിൽ ഹിന്ദി സംസാരിക്കുന്നത് ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ധൈര്യമായിട്ട് വരാം. അത് നമുക്ക് നാട്ടിൽ നിന്ന് റെൻറ്റിന് എടുക്കുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ആ റെൻറ്റിൻ്റെ സെയിം റേറ്റിന് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാട്ടിൽ പോയിട്ട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട്. അടിപൊളി ലാഡ് ബസാർ, അടിപൊളി സാധനങ്ങളുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വള വാങ്ങിച്ചു. ഇപ്പം അന്നേരം നോക്കി വരണത്. നല്ല സുഖമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. ഇത്ര നേരം തിരക്കിനുള്ളിലായിട്ട് കാലൊക്കെ നല്ല വേദന ആയിട്ടുണ്ടായിരുന്നു. നടന്നു. അപ്പോൾ കാലൊക്കെ ഒന്ന് കഴുകി, നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകി വേണേൽ നമുക്ക് ഇവിടെ നിസ്കരിക്കുകയും ചെയ്യാം. നല്ല സുഖമുണ്ട്. അപ്പോൾ കുറേ കാലമായി വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാൻ കാരണം, ഇത് വ്ളോഗായി അപ്ലോഡ് ചെയ്യുമോ എന്നറിയില്ല, അല്ലെങ്കിൽ മിനി വ്ളോഗ് ആക്കുമെന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈദരാബാദ് സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വ്ളോഗ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ രാമോജി ഫിലിം സിറ്റി പോയത്, പിന്നെ അതുപോലെ തന്നെ ചാർമിനാർ സ്ട്രീറ്റ് ഷോപ്പിംഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൽക്കൊണ്ട ഫോട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം യൂട്യൂബിലേക്കുള്ളൊരു കോണ്ടന്റ് എന്ന രീതിക്കല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് എനിക്കുള്ളൊരു മെമ്മറി ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ലാസ്റ്റ് സൺഡേ അറ്റ് ഹൈദരാബാദ് സിറ്റിയാണ്. അപ്പോൾ എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യണം തോന്നി. കാരണം യൂട്യൂബിലിട്ടുള്ള പല വീഡിയോസും നമ്മൾ തന്നെ ഇരുന്ന് കാണുമ്പം, ഇപ്പോൾ 1 വർഷം മുന്നിട്ടുള്ള നമ്മളെ ഫ്ലൈറ്റ് ജേർണിയൊക്കെ കാണുമ്പോൾ ഇനി കുറേ വീഡിയോസ് നമ്മൾ ഇടാത്തതുണ്ട്. നമ്മൾ ഡൽഹി സമയത്ത് പോയ താജ്മഹലിൻ്റെ വീഡിയോസൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല. ഒക്കെ വീഡിയോ ഇവിടെ ഉണ്ട്, ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത വ്ളോഗായിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അന്ന് നടന്നില്ലേ. അപ്പോൾ ഇതൊരു 1 ഇയർ മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇങ്ങനൊരു ഫീല്. അപ്പോൾ നമ്മളൊരു 10 വർഷം കഴിഞ്ഞത് കാണുമ്പോൾ ഒരു പ്രത്യേക തരം ഫീലായിരിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗ് ഷൂട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യാതിരിക്കുക, അതൊക്കെ പിന്നത്തെ കാര്യം. എന്തായാലും ഷൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ള തീരുമാനിച്ചു. അപ്പം ഇന്ന് എൻ്റെ ലാസ്റ്റ് സൺഡേ ആണ് ഹൈദരാബാദ് സിറ്റിയിൽ. ഇനി ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ ഇവിടുന്ന് പോവാണ്. ചോദിച്ച് വാങ്ങിയ ട്രാൻസ്ഫർ ആണ്. പക്ഷെ എന്നാലും ഒരു സങ്കടം, ഞാൻ എത്ര ഇമോഷണലി സ്ട്രോങ് ആണ്, ഇമോഷണലി വീക്കാണ് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഏത് നാട്ടിൽ പോയാലും ആക്ഷൻ കാണിച്ച് ഞാൻ അവിടുത്തെ ലാംഗ്വേജ് പറയുന്നുള്ളത്. ഇംഗ്ലീഷും മലയാളവും അറിയുന്ന തെലുങ്കും എല്ലാം കൂടെ, അതുപോലെ ഹിന്ദിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട്, തെലുങ്ക് എനിക്കറിയില്ല, ഹിന്ദി ഉദ്ദേശിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വിത്ത് മൈ ആക്ഷൻ ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഈ ഒരു ഹൈദരാബാദ് സിറ്റിയിലെ ലാസ്റ്റ് സൺഡേ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാർമിനാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ രാമോജി ഫിലിം സിറ്റി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൽക്കൊണ്ട ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇതെപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ചുരുക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പിന്നെ വ്ളോഗ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സീരീസ് ഇവിടെ നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അപ്പം ഇന്നത്തെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് മെയിൻലി ചാർമിനാർ തന്നെയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയില്ല, കണ്ടാലും ഞാൻ വീണ്ടും പോയി. ബർത്ത്ഡേക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ പോകണം. എനിക്ക് 2-3 ചെറിയ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന ഒരു പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ വാങ്ങിക്കും, ചിലപ്പോൾ വാങ്ങിക്കാതിരിക്കാം. മെയിനായിട്ടുള്ള ടാർഗറ്റ് ചാർമിനാറിൻ്റെ ടോപ്പിൽ കയറണം. നിങ്ങൾ ആ വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഉമ്മ മാത്രമാണ് അന്ന് കയറിയിട്ടുള്ളത്. അന്ന് ഞാൻ ഇനിയും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ മാത്രമല്ല ക്യൂ ഉണ്ട്, നല്ല ക്യൂ ആയിരുന്നു. പക്ഷെ ഉമ്മയ്ക്ക് അങ്ങനത്തെ ക്യൂ നിന്നാലും കുഴപ്പമില്ല, എനിക്ക് കാണണം, എനിക്ക് പിന്നെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഉമ്മ അന്ന് കയറി കണ്ടോണ്ട് ഉമ്മ കണ്ടു. അപ്പോൾ ഇന്ന് ഹൈദരാബാദ് സിറ്റീനെ ചാർമിനാറിൻ്റെ മുകളിൽ നിന്ന് ഒരു അന്ന് മിസ് ചെയ്ത ആ ഒരു വ്യൂ കവർ ചെയ്യണം. പിന്നെ ബാക്കിൽ തന്നെ ഒരു മെക്ക മസ്ജിദ് ഉണ്ട്, അവിടെ പോകണം. പിന്നെ സ്ട്രോബെറി മലായി ആണോ മൽബറി മലായി ആണോ അറിയില്ല, ഹൈദരാബാദിൽ ഒരു ഫേമസ് മലായി ഉണ്ട്, അത് കഴിക്കണം. പറ്റുകയാണെങ്കിൽ നോമ്പിന് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് കേട്ടത്. മട്ടൻ ഹലീം കഴിക്കണം. വേറെയും കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മിസ്സായ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നൊക്കെ ഉണ്ട്.
പക്ഷെ നോക്കുന്ന സമയത്ത് ഒരു സ്ഥലം ഇവിടെയാണെങ്കിൽ ഒരു സ്ഥലം ഇവിടെയാണ്, ഒരു സ്ഥലം അവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ട്രാഫിക് ഒക്കെ വെച്ച് എനിക്ക് എല്ലാം കവർ ചെയ്തോളാം പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ കണ്ട സാധനങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ബാംഗിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഹൈദരാബാദ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ, അപ്പോൾ കുറച്ച് അവിടുത്തെ ഒരു പ്രത്യേക തരം ബാംഗിൾസ് ഒക്കെ ഉണ്ട്, ലൈക്ക് കുറച്ച് വർക്കൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ കിട്ടാത്ത തരത്തിലുള്ള ബാംഗിൾസ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാം. ജസ്റ്റ് ഒന്ന് പേരപ്പാര നടന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് എത്താം. അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം ഞാനിവിടെ ചുരുക്കാണ്, നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും എൻ്റെ വക്കുപൊട്ടിയ ഹിന്ദിയാണ്. അതിൻ്റെ ആരംഭമാണ്. ഞാൻ എങ്ങനെയാണ് ഈ നാട്ടിൽ ഹിന്ദി സംസാരിക്കുന്നത് ഈ വ്ലോഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പം നമുക്കിനി ആദ്യം തന്നെ നമ്മുടെ വയറ് ഫുള്ളാക്കാം, എന്നാലേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ. അപ്പം നാരിയൽ പാനി. भैया कितने रुपए भैया? 60 वो है 30. ज़्यादा पानी मलाई, थोड़ा मलाई. അവിടെ ദൂരെ ഒരു സ്കൈ വാക്ക് കാണുന്നുണ്ടോ? കണ്ടില്ലേ? ഇത് ഈ സൈഡിൽ അതിൻ്റെ ബാക്കി കാണാം. കണ്ടില്ലേ? ഇത് രണ്ടും കണക്റ്റ് ആയിട്ട് ഇതിലൂടെ ഈ സ്കൈ വാക്കിലൂടെ നടക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 മാസമായിട്ട് ഇതിന് വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വരാത്തത് കൊണ്ട് ഇപ്പം അടുത്തൊന്നും ഇത് കംപ്ലീറ്റ് ആവും തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹം ഞാൻ ഇവിടെ ബാക്കി വെക്കുകയാണ്. ഇനി ഏതെങ്കിലും കാലത്ത് ഹൈദരാബാദ് സിറ്റിയിലോട്ട് വരുമ്പോൾ അന്ന് ഞാൻ ഈ സ്കൈ വാക്കിലൂടെ നടന്ന് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ചാർമിനാർ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നത് ആ ചാർമിനാറാണ്. സിറ്റി ഓണാവുന്നേ ഉള്ളൂ. എല്ലാവരും സാധനങ്ങളൊക്കെ സിറ്റി ഓണാവുക മീൻസ് കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. ചാർമിനാറിൻ്റെ അവിടുത്തെ ക്യൂവും കൂടെ ഇനി നോക്കണം. ബാംഗിൾസ്, എനിക്ക് ബാംഗിൾസ് നോക്കണമെന്നുണ്ട്. നല്ല ബാംഗിളല്ലേ भैया? कितना रुपये भैया? कितना रुपये? 400 पूरा സെറ്റ് 400 രൂപ ഈ ഫുൾ സെറ്റിന്. ഇവിടുന്ന് ഒരു ബാഗ് വാങ്ങി. വീണ്ടും എന്തിനാ ഈ ബാഗും ചോദിച്ചാൽ ഇത് എനിക്കല്ല, എൻ്റെ റൂംമേറ്റിനാണ്. ആൾ പറയുന്നുണ്ടായിരുന്നു ഈ ബാഗ് കണ്ടാൽ വാങ്ങണമെന്ന്. ചാർമിനാർ ബാഗ് ഇങ്ങനെ ചാർമിനാർ തൊട്ടടുത്തിട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ ബാഗ് തന്നെ വാങ്ങി. 20 റുപ്പീസ്. കാണുന്ന നിമ്ര എന്ന് പറഞ്ഞ ഈ ഒരു കഫേ ഹൈദരാബാദിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കഫേയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ചായയാണ്. ഈ ഹൈദരാബാദ് ചാർമിനാറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണെന്നാണ് കേട്ടത്. ഇവിടെ തിരക്ക് കണ്ടിട്ട് എനിക്കിപ്പോൾ ചായ വേണ്ട, ഞാൻ നല്ല വെള്ളം കുടിച്ചോളാം. ഞാൻ നേരത്തെ ബാങ്കിൾ വാങ്ങിയ സ്ഥലം തപ്പി 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 പോവുകയാണ്. കാരണം അവിടെ നിന്ന് ഞാൻ റേറ്റ് കുറയുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വാങ്ങാതെ പോന്നു. പക്ഷെ എനിക്ക് റേറ്റും കുറഞ്ഞ് അതേ സെയിം സാധനം എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് വന്നതാണ്. ഇവിടെ എവിടെയോ ആയിരുന്നു ആ ഷോപ്പ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നോക്കാം. ആരെങ്കിലും ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ വല്ല കല്യാണവും പ്ലാൻ ചെയ്ത് വരിക. കാരണം എന്തോരം ഓർണമെൻറ്റ്സ് ആണെന്നറിയോ? അതിപ്പം നോക്കിക്കേ, ഇതൊക്കെ ഷോപ്സാ, എല്ലാം ഷോപ്സാ. വെറൈറ്റി 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 കളക്ഷൻസ് എല്ലായിടത്തുനിന്നും കിട്ടും. ധൈര്യമായിട്ട് വരാം. അത് നമുക്ക് നാട്ടിൽ നമ്മൾ റെൻറ്റിന് എടുക്കുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ ആ റെൻറ്റിൻ്റെ സെയിം റേറ്റിന് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാട്ടിൽ പോയിട്ട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുണ്ട്. ഇത് ഞാൻ പരിചയപ്പെട്ട ആളാണ്. ഈ ഷോപ്പായിരുന്നു എൻ്റെ ഷോപ്പ്. ആ പച്ച ബാങ്കിളായിരുന്നു കാണാത്ത ബാങ്കിൾ. ഈ ബാങ്കിൾ അടിപൊളി അടിപൊളി. ലാഡ് ബസാർ അടിപൊളി അടിപൊളി സാധനങ്ങളുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു വള വാങ്ങിച്ചു. ഇപ്പം അന്നേരം നോക്കി വെച്ച വളകളുണ്ടായിരുന്നു. भैया ये कितने रुपए? भैया ये कितने रुपए? ये कितने रुपए बोलो?
250 ആണ് ഒരു സെറ്റിന്. ഇത് ഞാൻ നോക്കി വെച്ച ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സാധനം വാങ്ങിയതാണ്. ഈ ബാഗ് നിറച്ചു ആ സാധനങ്ങളാണ്. കുറേ സാധനം വാങ്ങി. ഒരു കരിമ്പിൻകാട്ടിൽ ആന എത്തിയ പോലെ എന്ന് പറയില്ല, അതേപോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. മൊത്തം എവിടൊക്കെ പോകണം, വള വാങ്ങണോ, മാല വാങ്ങണോ, ചെരുപ്പ് വാങ്ങണോ, ഈ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ എടുത്താൽ ശരിയാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഭയങ്കര തിരക്കാണ്, സൺഡേ ആയതുകൊണ്ടുള്ള ഭയങ്കര തിരക്കുണ്ട്. പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നെ ആയതുകൊണ്ട് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മെക്ക മസ്ജിദിലേക്ക് പോകണമെന്നുണ്ട്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് മെക്ക മസ്ജിദിലോട്ട് പോകണം. ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്താണ്, എന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ബ്രേക്ക് എടുത്താണ്. ആ ഗ്യാപ്പിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി ബാക്കി മെയിൻ ഉദ്ദേശം ഒന്ന് മിലാനിൽ കയറിയിട്ട് മൽബറി മലായി കഴിക്കാനാണ്. മൽബറി മലായി ഫേമസ് ആയിട്ടുള്ള മൽബറി മലായി. ഒരു ചെറിയ പുളിപ്പും മധുരവും ഒക്കെ മിക്സ് ആയിട്ടുള്ള കൊള്ളാം. ഇവർ പറയുന്ന അത്ര കൗണ്ടില്ല, എന്നാലും കൊള്ളാം. ഇതാണ് മെക്ക മസ്ജിദ്. നല്ല തിരക്കുണ്ട്. ഇവിടെ നമുക്ക് ചാർമിനാർ കാണാം. ആ വെള്ളത്തിൻ്റെ സൈഡിൽ പോയിരിക്കണം, നല്ല സുഖം. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതാദ്യം കഴിച്ചിട്ട് പോയാലോ. പിടിച്ചിങ്ങനെ നടക്കുകയാണ്. എവിടെയാ ഒരു പറ്റിയ സ്ഥലം നോക്കിയിട്ട് കഴിക്കാൻ. നല്ല കാറ്റുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇവിടുന്ന് കഴിക്കാൻ പറ്റുമോ എന്ന് എൻ്റെ സംശയം. എന്താ ചാർമിനാർ പ്രാവുകളും ഇത് വേറെ ഒരു വൈബ് തന്നെ. ഇത്രയും തിരക്കിനിടയിൽ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെയൊക്കെ തന്നെ ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലൊന്നും കഴിക്കുന്നൊന്നും കാണുന്നില്ല. ഫോട്ടോ എടുക്കണം. ഞാൻ ഇവിടുന്ന് മെല്ലെ ഇറങ്ങട്ടെ, കാരണം സമയപരിമിതി കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങണം. ആക്ച്വലി ഇവിടെ കയറുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാളിനോട് പറഞ്ഞു ചെരുപ്പിന് ടോക്കൺ ഉണ്ടോയെന്ന്. ഞാനതൊന്നും മൈൻഡാക്കിയില്ല, ചെരുപ്പാണ് ഇട്ടിട്ട് പോകുന്നു. ഇയാൾ തന്നില്ലേലും വേറെ ചെരുപ്പുണ്ടല്ലോ ബാഗിൽ, വാങ്ങിയ ചെരുപ്പുണ്ടല്ലോ എന്ന് കരുതി അതവിടെ ഇട്ട് പോകുന്നു. ഇനി ഞാൻ പോയി നോക്കട്ടെ. ഇയാളാണ് ചപ്പലിൻ്റെ ആള്. ഉണ്ട് കേട്ടോ, അയാളെടുത്ത് കളഞ്ഞില്ല. മൂപ്പരാണ് നമ്മളോട് ചപ്പൽ വാങ്ങുന്നത്, ടോക്കൺ വാങ്ങിക്കുന്നത്. ബൈ ബൈ ചാർമിനാർ. ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ചാർമിനാറിന്റെ സ്വന്തം സമൂസ. കിतना रुपए? एक ബോട്ടിൽ. ചെറുതായിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ചാർമിനാർ ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്താ ഓൺ ചെയ്യാത്തതെന്ന് അറിയില്ല. ഇതിന് മുന്നേ ചാർമിനാറിൽ വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞാൽ വ്ളോഗിൻ്റെ സെൻസിൽ, ഷൂട്ടിങ്ങിൻ്റെ സെൻസിൽ ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല. ഞാൻ കുറേയൊക്കെ ഷൂട്ട് ചെയ്തു, കുറേയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടുന്ന് വാങ്ങണം, എവിടുന്ന് വാങ്ങിയാൽ അവിടെ റേറ്റ് കുറേ കണ്ടാലോ, അങ്ങനെ ഫുള്ള് റൗണ്ട് അടിക്കുക. ഒരു 50 പ്രാവശ്യം ഞാൻ ആ ചാർമിനാറിന് ചുറ്റും തന്നെ റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. ഓരോ റൗണ്ടിലും നമ്മൾ പുതിയ ഷോപ്പ് വെക്കുന്ന റൗണ്ടോറും ഷോപ്പിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പുതിയ ഷോപ്പ് കണ്ടെത്തും. അപ്പം അങ്ങനെ ഷോപ്പ് ചെയ്ത് 12 മണി തുടങ്ങി 6:45 7 മണി വരെ ഷോപ്പിംഗ് തന്നെയായിരുന്നു. ഞാൻ അത് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബറിനകത്ത് ഓട്ടോ ആണ്, ഹോട്ടലിരിക്കുകയാണ്. നേരെ ഹോസ്റ്റല്. അവിടുന്ന് ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ച് എൻ്റെ ഹോസ്റ്റലിലെ ലാസ്റ്റ് ബിരിയാണി കഴിച്ച് കാലിൽ കുളിച്ചിട്ട് കാലിൽ പെയ്താമ്പ് പുരട്ടിയിട്ട് വേണം കിടക്കാൻ. അത്ര വേദനയുണ്ട് കാലിൽ. കുറേ എന്തൊക്കെയോ വാങ്ങിച്ചു, ചെരുപ്പ് വാങ്ങിച്ചു, ബാഗ് വാങ്ങിച്ചു, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഓട്ടോൻ്റെ ശരിക്കും. അപ്പം അതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത്. ഒരു കാര്യം പറയുകയാണ്, ആർക്കെങ്കിലും വല്ല ഫംഗ്ഷൻ
ഓർണമെന്റ്സിന്റെ ഏകദേശം റേറ്റൊക്കെ എനിക്കറിയാം. ശരി, നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഹെവി വർക്കൊക്കെ ഉള്ളതിന് 5000 റുപ്പീസ് വരെ റെന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓർണമെന്റ്സ് 5000 റുപ്പീസ് റെന്റ് കൊടുക്കുന്നതിന് പകരം 5000 റുപ്പീസിന് നമുക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. 5000 റുപ്പീസിന് വേണ്ട, അധികം 1500 2000 സാധനങ്ങളുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ബാംഗിൾസൊക്കെ വെറൈറ്റി കളക്ഷൻ. ഞാൻ ചെയിനൊന്നും വാങ്ങിച്ചില്ല, ഞാൻ ബാംഗിൾസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് പണ്ടേ ബാംഗിൾസ് ഇഷ്ടമാണ്. ഞാൻ കുപ്പിവള വാങ്ങിക്കാറുണ്ട്, അതേപോലെ പണ്ട് വലിയമൊക്കെ വള വാങ്ങിച്ച് തരാറുണ്ട്. പണ്ടേ എനിക്ക് ആ ഒരു ഹോബി ഉണ്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാ സമയത്തും പിന്നെ വാങ്ങാം എന്നൊക്കെ മാറ്റി വെച്ചാൽ ഇനി പിന്നെ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ബാംഗിൾസ് വാങ്ങിച്ചു. പിന്നെ അതേപോലെ ചെരുപ്പ് വാങ്ങിച്ചു. എനിക്ക് ദുപ്പട്ടയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയ സ്ഥലത്ത് ദുപ്പട്ടയൊന്നുമില്ല. ദുപ്പട്ടയുള്ള സ്ഥലം കുറച്ച് അപ്പുറത്തുണ്ട്, നടക്കണം. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തന്നെ വട്ടം കറങ്ങി പോയതുകൊണ്ട് ഞാൻ നിർത്തി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം പല പീസായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതാണ് അവസാനത്തെ പോർഷൻ. ഗുഡ് നൈറ്റ്. The light is not that much.